യാക്കോബായ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിനെ രൂക്ഷമായി വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുരോഹിതരിലും ചില വിവരദോഷികൾ ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ സർക്കാരിനെ വിമർശിച്ചു മെത്രാപ്പൊലീത്ത ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ സർക്കാരിനെ വിമർശിച്ച ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസിന് അതിരൂക്ഷ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പ്രകാശന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഭരണവിരുദ്ധ വികാരമാണ് ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നായിരുന്നു മെത്രോപൊലിത്തയുടെ വിമർശനം. പ്രളയമാണ് സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിയതെന്ന പരാമർശവും മെത്രോപൊലിത്തയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ടായിരുന്നു. ഈ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ഇടത് സർക്കാർ 3ാം വർഷം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് പ്രോഗ്രസ് കാർഡ്. പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. മുടങ്ങിയ ക്ഷേമ പെൻഷനും DA കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താനുള്ള അവസരമാണ് ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. 600 വാഗ്ദാനങ്ങളിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം പൂർത്തിയാക്കിയൊരു സർക്കാരായി 2016 LDF സർക്കാർ മാറി എന്നതാണ് ജനങ്ങൾക്കിതിലൂടെ അനുഭവപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാരിനെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ദുരന്തഘട്ടങ്ങളിൽ പോലും കേന്ദ്രം കേരളത്തെ സഹായിച്ചിട്ടില്ല. സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കാനാണ് കേന്ദ്രം ശ്രമിച്ചത്. ഇനി ഈ സമീപനത്തിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.